മരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ അടുത്തെത്തും, ഉറപ്പാണ്. കാലിലണിഞ്ഞിരിക്കുന്ന ചെരുപ്പിന്റെ വാറ് ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന വിധത്തിൽ മരണം നമ്മുടെ തൊട്ടടുത്തുണ്ട്. നമ്മുടെ പ്രായമുള്ള ചെറുപ്പക്കാർ, നമ്മുടെ അനുജന്മാരുടെ പ്രായമുള്ള ചെറുപ്പക്കാർ, ഒരു സെക്കൻഡിൽ ലോകത്ത് 3 മനുഷ്യർ മരിക്കുന്നു എന്ന വാർത്ത നിങ്ങൾ അറിയണം. ഞാൻ അവസാനിപ്പിക്കുമ്പോ എന്റെ കൂടെ നിങ്ങൾ ആ സെന്റൻസ് പറയുക. ലോകത്ത് ഒരു സെക്കൻഡിൽ മിനിമം 3 പേരെങ്കിലും മരിക്കുന്നുണ്ട്. ഈ ഒരു സെന്റൻസ് പറയാൻ 3-4 സെക്കൻഡ് വേണം. അപ്പോഴേക്ക് 4 സെക്കൻഡ് ആണെങ്കിൽ 12 പേർ ലോകത്ത് നിന്ന് മരിച്ചു വീണു എന്നർത്ഥം. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ അടുത്ത നിമിഷം, അടുത്ത ദിവസം, അടുത്ത മാസം, അടുത്ത സെക്കൻഡ് നമ്മുടെ മരണമായിരിക്കാം. ആ മരണം തൊണ്ടക്കുടിയിലെത്തി ഖറ ശബ്ദം വന്നിട്ട് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. അതിനു മുമ്പ് തിരുത്തേണ്ടത് തിരുത്താൻ, അറിയേണ്ടത് അറിയാൻ, പരിശോധിക്കേണ്ടത് പരിശോധിക്കാൻ, ശരിയുടെ കൂടെ നിൽക്കാൻ, തെറ്റിന്റെ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ തയ്യാറാകണേ. പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനോടല്ലാതെ ഒരു ശക്തിയോടും, അത് മലക്കാകട്ടെ, ജിന്നാകട്ടെ, പുണ്യ വ്യക്തിത്വങ്ങളാകട്ടെ, പുണ്യപുരുഷന്മാരാകട്ടെ, ആരാവട്ടെ, ആരോടും ലോകത്തിന്റെ റബ്ബിനോട് പ്രിയപ്പെട്ടവരെ നാം നടത്തുന്ന ഒരു ചോദ്യവും ലോകത്തുള്ള ഒരൊറ്റ മനുഷ്യനോടും ഒരു വ്യക്തിത്വങ്ങളോടും ഒരാളോടും നമ്മൾ ചോദിച്ചു പോകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ നാളെ നമ്മുടെ അവസാന ഘട്ടം നരകമായിരിക്കും. ആ ശിർക്കിൽ നിന്ന് അല്ലാഹു തആല നമ്മെ എല്ലാവരും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് അല്ലാഹു നാളെയുടെ ലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.